അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു പോയപ്പോൾ അതിനകത്തൊരു സംശയമുള്ളത് കൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഇൻഫ്രാക്ച്വസ് ആയി എന്ന് അങ്ങ് പറഞ്ഞത് അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫെബ്രുവരി 13-നാണ് വാദം കേൾക്കാൻ നിശ്ചയിച്ചത്. അറ്റോർണി ജനറൽ വെങ്കട്ടരമണി ഇന്ന് എത്തിയത് ഇന്ന് തന്നെ ഇത് തീർപ്പാക്കണം, ഇത് പരിഗണിക്കേണ്ടതില്ല, ഒരു കുറിപ്പ് കൊടുക്കാൻ ശ്രമിച്ചു നമ്മുടെ ബെഞ്ചിന്. പക്ഷേ ബെഞ്ച് അത് പരിഗണിച്ചില്ല. മാത്രവുമല്ല, കേരളത്തിന്റെ ആവശ്യം നിരാകരിക്കണമെങ്കിൽ കൂടി അതിന് മറുപടി നൽകേണ്ടതുണ്ട്, അതിന് സമയം ആവശ്യപ്പെട്ടു കേന്ദ്രം. അങ്ങനെയാണ്. ആരാ അടിയന്തര ഹർജിയായിട്ട് പോയത്? സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ അല്ലല്ലോ. ഇപ്പൊ കിട്ടണം എന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ എന്താണ് കേന്ദ്രം പറഞ്ഞത്? കിട്ടിയോ? കേന്ദ്രം എന്താ പറഞ്ഞത്? ബഡ്ജറ്റിന് ശേഷം കേന്ദ്രം ബഡ്ജറ്റ് വരും, അതിന്റെ ഇടയ്ക്ക് ബഡ്ജറ്റ് വരും. അവിടെയാണ് പ്രശ്നം. അല്ല, കേന്ദ്രം എന്താണ് പറഞ്ഞത്? 33 സംസ്ഥാനങ്ങൾ പരിഗണിക്കേണ്ട വിഷയമല്ല, തള്ളിക്കളയണം. അതെ, 33 സംസ്ഥാനങ്ങൾക്ക് വാദമില്ല. പറയട്ടെ, തള്ളിക്കളയ. അത് 13-ാം തീയതി ഈ ഹർജി പോവും. കാരണം 33 സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ. അവർക്കൊക്കെ ഒരു നിയമമാണ്. കേരളത്തിന് മാത്രം ഒരു നിയമം മാറ്റാൻ പറ്റുമോ? നിയമലംഘനമുണ്ടോ? അതാണ് ചോദ്യം. ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണ്, ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ഇവിടെ ചില നിയമങ്ങളുണ്ട്, അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കോടതിയെ നമ്മൾ സമീപിക്കുന്നത് എന്തിനാണ്? വയലേഷൻ ഓഫ് ലോ, എൻഫോഴ്സ്മെന്റ് ഓഫ് ലീഗൽ റൈറ്റ്സ്. അതല്ലേ ഇവിടെ? അതില്ലല്ലോ, അതാണ് പ്രശ്നം. പക്ഷേ അറ്റോർണി ജനറൽ പറഞ്ഞ നിലപാട് എന്തുകൊണ്ടാണെന്ന് ബെഞ്ച് കേൾക്കാതെ പോയത്? അറ്റോർണി ജനറൽ കൊണ്ടുവന്ന കുറിപ്പ് എന്താണ് ബെഞ്ച് സ്വീകരിക്കാതിരുന്നത്? അത് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ദിസ് കനോട്ട് ബി അലൗഡ്. അതൊന്നും നടന്നിട്ടില്ല. ഞങ്ങളെ ആവശ്യം അത്രേ ഉള്ളൂ. സുപ്രീം കോടതി കേട്ടില്ലല്ലോ. ഇന്നിപ്പോ ഒരു കിട്ടണ, അല്ല, അടിയന്തര നിവൃത്തി ഇപ്പൊ കിട്ടണം. നമുക്ക് 13-ാം തീയതി കാണാം, ബാക്കി നമുക്ക് 13-ാം തീയതി കാണാം. അപ്പൊ ഇതെന്താ അറിയോ? സുപ്രീം കോടതിക്ക് സമയം കേന്ദ്ര സർക്കാർ ബജറ്റിന് ശേഷം അതിന് പ്രസക്തിയില്ല. അല്ല, ബഡ്ജറ്റിന് ശേഷം അതിന് പ്രസക്തിയില്ല. കേരളം ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് പ്രസക്തി? അത് പ്രസക്തമല്ലാണ്ടാവും. ഇപ്പം കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഒരു 13-ാം തീയതി ബഡ്ജറ്റിന് ശേഷം കിട്ടിയത് എന്താ കാര്യം? അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പൊളിഞ്ഞു പാളീസായ ഇന്ത്യ സഖ്യം ഇന്നലത്തോടു കൂടി അത് പൊളിഞ്ഞു. ഇന്നിപ്പോൾ അതാ നിതീഷ് കുമാർ ഡൽഹിയിലേക്ക് വന്ന് ചർച്ച തുടങ്ങി. ബീഹാറിലെ BJP സംസ്ഥാന അധ്യക്ഷനെ സമുദ്രഗുപ്തയെ ഡൽഹിയിലേക്ക് വിളിച്ചു, സാമ്രാട്ട് ഗുപ്തയെ. അവർ ചർച്ച നടക്കാണ്. നിതീഷ് കുമാർ മുന്നണി വിടുകയാണ്. ഇത് പൊളിഞ്ഞു പാളീസായി. ഈ പൊളിഞ്ഞു പാളീസായ ഈ ഇന്ത്യ സഖ്യത്തിലെ 2 ഘടകകക്ഷികൾ തമ്മിൽ പരസ്പര കുറ്റം പറയാം. അന്തർധാരയുണ്ട്. എന്ത് അന്തർധാര ഉണ്ടെങ്കിൽ പിടിച്ച് പുറത്താക്ക്. CPM-ഉം BJP-യും തമ്മിൽ അന്തർധാര ഉണ്ടെങ്കിൽ, പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ അന്തർധാര ഉണ്ടെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അവരെ പിടിച്ച് പുറത്താക്ക് കോൺഗ്രസ്സുകാരെ. എന്തിനാ ട്രോജൻ കുതിരയെ കൊണ്ടുകൊണ്ട് നടക്കുന്നത്? ഇത് ട്രോജൻ കുതിരയാണെങ്കിൽ കിക്ക് ദം ഔട്ട്. ഈ ട്രോജൻ കുതിരയെ കൊണ്ട് നടന്നാൽ നാളെ അവസരം വരുമ്പോൾ അവർ പിന്നിൽ നിന്ന് കുത്തും. അപ്പോൾ ഈ BJP-യോട് അന്തർധാരയുള്ള CPM-നെ ചുമന്നുകൊണ്ട് നടക്കണോ? ബംഗാളിൽ ഇപ്പോൾ എന്താ? കോൺഗ്രസ് വീണ്ടും CPM-മായി സഖ്യമാവാൻ പോവുക. കാരണം മമതാ ബാനർജി ഗെറ്റ് ലോസ്റ്റ് പറഞ്ഞു. അപ്പൊ ഇതാണ് ഈ രാഷ്ട്രീയ ഗതികേട് കൊണ്ട് ഇണങ്ങുകയും പിണങ്ങുകയും ചുരുങ്ങിയത് 6 ഖണ്ഡികകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു നോക്കാതെ ഗവർണർ ഒപ്പിട്ട് അംഗീകരിച്ചത് എന്തിനാണെന്ന് ഇനിയും മനസ്സിലാവുന്നില്ല. അത് ഗവർണർക്ക് വേറെ മാർഗമല്ല. അല്ല, വിയോജിക്കാമായിരുന്നല്ലോ. ഇങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണ്, എങ്കിലും ഞാൻ വായിക്കുന്നുവെന്ന് പൗരത്വ ചെയ്യാമായിരുന്നു. അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ല ഗവർണർക്ക്. വായിക്കാണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ല. നമ്മുടെ ഭരണഘടനയിൽ ഗവർണർക്ക് അത്രയൊക്കെ സ്വാതന്ത്ര്യമേ ഉള്ളൂ. തന്നെയാണ് കേരളം ഭരിക്കേണ്ടത്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഭരിക്കേണ്ടത്. ഗവർണർക്ക് വായിക്കാൻ സൗകര്യം ഇല്ലാത്തത്, ഗവർണർ വായിക്കണമെന്ന് നിയമമുണ്ടോ? ഗവർണർ വായിച്ചേ പറ്റൂ നിയമമുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 176 പ്രകാരം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സഭ തുടങ്ങുന്നതിനും തുടങ്ങുന്ന സമയത്ത് വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നയപ്രഖ്യാപന അതെ. എവിടം വരെ പരീക്ഷ എഴുതണം എന്നതേ വിദ്യാർത്ഥിക്ക് അവകാശമുള്ളൂ. അതിൽ ഒരു വരി വിദ്യാർത്ഥിക്ക് എഴുതാം, എഴുതി കൊടുത്തത് മുഴുവൻ ഇവര് എഴുതി കൊടുത്ത അബദ്ധങ്ങൾ മുഴുവൻ അങ്ങോട്ട് വായിക്കണം എന്ന് എവിടെയും പറഞ്ഞു. പിന്നെ ഒപ്പിട്ടത് എന്തിനാണ് സർ? ഇവർ എഴുതി കൊടുത്ത അബദ്ധങ്ങൾ മുഴുവൻ അങ്ങോട്ട് വായിക്കണം എന്ന് ഒപ്പിട്ടത് എന്തിനാണ് സർ? അത് അങ്ങോട്ട് സൗകര്യമുള്ളത് ചെയ്താൽ മതി. വായിച്ചാലും ഇല്ലെങ്കിലും പറ്റില്ല.
വായിച്ചാൽ ഇന്ന് ഒരു വരെ വരി ഇന്ത്യയിൽ വായിച്ചാൽ പോലും ഒപ്പിടാൻ അതിൽ വന്നിട്ടില്ല. ടേബിൾഡ് ആയി കഴിഞ്ഞു സാർ. ഇന്ന് വരെ ഇന്ത്യയിൽ ഒപ്പിടാൻ ഒപ്പിട്ടതോടുകൂടി വന്നിട്ടില്ല. അത് ഗവർണർ അംഗീകരിച്ചു എന്നുള്ളതല്ലേ നമ്മൾ അത്രേ മനസ്സിലാക്കുന്നത്. ഉള്ളൂ. ഇന്ന് വരെ ഒരു ഗവർണർ ഇന്ത്യയിൽ ഒപ്പിടാണ്ട് വന്നിട്ടില്ല. പക്ഷെ വായിക്കാണ്ട് ഇറങ്ങിപ്പോയ ഇഷ്ടം പോലെ അല്ല, കഴിഞ്ഞ തവണ വാശി പിടിച്ചു. സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചില നടപടികൾ എടുപ്പിച്ചു. സെക്രട്ടറിയെ മാറ്റിയതിനു ശേഷമാണ് ഈ തീരുമാനം എടുത്തത്. അതെ അതിന്റെ ഉള്ളുകള്ളികൾ അവർ തമ്മിലുള്ളതാണ്. നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. ശരി, അത് നന്ദി അവര് ശ്രീ തമ്മിലുള്ള പത്മനാഭൻ. ഉള്ളുകളി. You are watching Reporter Evening Show.